ഈ കോടതിയിൽ പോയാല് ഹിന്ദുക്കൾക്ക് പരിഹാസം. ദക്ഷിണേന്ത്യയിലെ സംസ്ഥാന സർക്കാരുകളും ഹിന്ദുക്കളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ഉദ്യോഗസ്ഥ തലത്തിൽ നോക്കിയാല് അവിടെയും നമുക്ക് രക്ഷയില്ല. തിരുപ്പറക്കുണ്ട്രം വിഷയത്തില് ഉടനെ പ്രതികരിക്കാതെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രം CPM എന്ന് പറയുന്ന പാർട്ടി പ്രതികരിച്ചതിന് പിന്നിലെ ചേതോവികാരത്തെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കണ്ടവന്മാരൊക്കെ ഹിന്ദുക്കളുടെ നെഞ്ചത്ത് കയറി നിരങ്ങുമ്പോ ഹിന്ദു കൂട്ടായ്മ എന്നും പറഞ്ഞ് രൂപീകരിച്ചിരിക്കുന്ന കുറെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. അതില് പരസ്പരം മെസ്സേജ് അയച്ച് മൂങ്ങും. നമസ്തേ. അപ്പോ നാളെയാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഒരു പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് തെക്കൻ കേരളം, വടക്കൻ കേരളം ഇത് രണ്ടും രണ്ടാണോ? നമ്മുടെ കേരളത്തിലെ ജനങ്ങള് അല്ല ഒന്നാണ് എന്ന് പറഞ്ഞാലും നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും വലിയ മതേതര പാർട്ടി എന്ന് അവകാശപ്പെടുന്ന, അതും നമ്മളെ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് അങ്ങനെയല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണെന്ന്. അതായത് തമിഴ്നാട്ടിലെ തിരുപ്പറക്കുണ്ട്രം ക്ഷേത്രത്തിലെ കാർത്തിക ദീപം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനത് വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ 4-ാം തീയതി രാത്രി നടന്ന സംഭവത്തില് ഉടനെ പ്രതികരിക്കാതെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം CPM എന്ന് പറയുന്ന പാർട്ടി പ്രതികരിച്ചതിന് പിന്നിലെ ചേതോ വികാരത്തെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ആ വിമർശനത്തിന്റെ തീവ്രത കൂടി നമ്മൾ കണക്കിലെടുക്കണം. അതായത് എല്ലാ വർഷവും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാർത്തിക ദീപം ഇത്തവണ തെളിയിക്കരുത് എന്നുള്ള ഒരു വാശി തമിഴ്നാട്ടിലെ, അതും സനാതനധർമ്മം കൊറോണ വൈറസ് പോലെയാണ് എന്ന് അഭിപ്രായമുള്ള സ്റ്റാലിൻ സർക്കാരിനുണ്ടായിരുന്നു. അതിനെ തുടർന്ന് വളരെ ആസൂത്രിതമായിട്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിനെ സുഖിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ, അതും തെക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്, എന്നാല് വടക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് തലേ ദിവസം ഇടത് പാർട്ടികളുടെ സംയുക്ത പ്രസ്താവന പുറത്തിറങ്ങി. അതില് നമ്മുടെ D രാജ, അതിബുദ്ധിജീവിയായിട്ടുള്ള CPM അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി എന്നിവരൊക്കെ കൂടി പറയുന്നത്, എല്ലാ വർഷവും തിരുപ്പറക്കുണ്ട്രം മുരുകക്ഷേത്രത്തിൽ കാർത്തിക ദീപം തെളിയിച്ചിരുന്ന നമ്മുടെ ഹൈന്ദവ വിശ്വാസികൾ ഈ വർഷം ദീപം തെളിയിക്കാൻ ശ്രമിച്ചത് വർഗീയ കലാപം ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് എന്നാണ്. മാത്രമല്ല ദീപം തെളിയിക്കാൻ കോടതിയുടെ അനുമതി ഉണ്ടായിരുന്നിട്ടും അത് തെളിയിക്കുന്നതിൽ നിന്ന് വിശ്വാസികളെ തടയുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത സ്റ്റാലിൻ സർക്കാരിനെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ മുസ്ലിം ലീഗിന്റെ അടിമകളായി മാത്രം വർത്തിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയേക്കാൾ വലിയ വർഗീയ പാർട്ടിയായിട്ട് CPM-ന് എങ്ങനെ മാറാം എന്നുള്ളതാണ് അവര് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, കോടതിയിൽ പോയാല് ഹിന്ദുക്കൾക്ക് പരിഹാസം. ദക്ഷിണേന്ത്യയിലെ സംസ്ഥാന സർക്കാരുകളും ഹിന്ദുക്കളെ അടിച്ചമർത്തുന്നു. ഇനി ഉദ്യോഗസ്ഥ തലത്തിൽ നോക്കിയാല് അവിടെയും നമുക്ക് രക്ഷയില്ല. ഇപ്പോ പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിഷയത്തിൽ തിടുക്കപ്പെട്ട് മന്ത്രി ശിവൻകുട്ടി നടപടിയെടുത്തപ്പോ സ്കൂളിനെതിരെ നോട്ടീസ് അയക്കാനും ഭീഷണി മുഴക്കുന്നതിനുമായിട്ട് നേരിട്ട് ഉദ്യോഗസ്ഥരെ അയക്കാനും ചുക്കാൻ പിടിച്ച ആ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥയുടെ പേര് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കൃഷ്ണൻ മുണ്ടുപൊക്കി കാണിച്ചു എന്ന് സെക്രട്ടേറിയറ്റിൽ വെച്ച് പൊതുചടങ്ങില് കഥ പറഞ്ഞ ഉദ്യോഗസ്ഥയുടെ പേരൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി ജസ്റ്റിസ് ഗവായ് ഖജുരാഹോ സമുച്ചയത്തിലെ ജാവേരി ക്ഷേത്രത്തിലെ കേടുപാടുകൾ വന്ന വിഷ്ണു വിഗ്രഹം പുനഃസ്ഥാപിക്കണം എന്നും പറഞ്ഞ് ഹർജിയുമായിട്ട് ചെന്ന ഒരു ഭക്തനെ പരിഹസിച്ചു വിട്ടതും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. അതിനിടയ്ക്കാണ് ഒരൊറ്റ മതവിഭാഗത്തിന് പിന്നാലെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ, അതായത് കേരളത്തിനെ സംബന്ധിച്ച് LDF UDF മുന്നണികളുടെ നെറുകെട്ട നെട്ടോട്ടം. അപ്പോ എല്ലായിടങ്ങളിലും ഹിന്ദുവിന് അവഗണന മാത്രം. എന്നിട്ടും മണ്ടന്മാരായ ഹിന്ദുക്കള് മതേതരത്വം പറഞ്ഞ് കോൺഗ്രസിന് വോട്ട് ചെയ്യും. വേറെ കുറെ അന്തം കമ്മി ഹിന്ദുക്കള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വോട്ട് ചെയ്യും. എന്നിട്ട് ഇവരെല്ലാം കൂടി ഭരണം കിട്ടി ഹിന്ദുക്കളുടെ നെഞ്ചത്ത് കയറുമ്പോ മോദി ഞങ്ങളെ രക്ഷിക്കുന്നില്ലേ എന്നും പറഞ്ഞ് മോങ്ങും. കൃത്യമായിട്ട് പറഞ്ഞാല് കണ്ടവന്മാര് ഹിന്ദുക്കളുടെ നെഞ്ചത്ത് കയറി നിരങ്ങുമ്പോ ഹിന്ദു കൂട്ടായ്മ എന്നും പറഞ്ഞ് രൂപീകരിച്ചിരിക്കുന്ന കുറെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. അതിൽ പരസ്പരം മെസ്സേജ് അയച്ച് മോങ്ങും. അല്ലാതെ പൊതു ഇടത്തിൽ വന്ന് പ്രതികരിക്കാൻ പോലും ആർജവമില്ലാത്ത ഒരു വിഭാഗമായിട്ട്, കൃത്യമായി പറഞ്ഞാല് വാട്സപ്പ് മോങ്ങികളായിട്ട് ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ മാറി. അപ്പോ ഇവരോടൊക്കെ ഒരൊറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ, നാളത്തെ വോട്ടെങ്കിലും നല്ല രീതിയിൽ ഉപയോഗിക്കുക. ജയ് ഭാരത് മാതാ.